Anahtar isimlerin sahneye çıkabileceği fırsatlar gördük. Fakat o beklenen gol bir türlü gelmedi. Skor hala 0-0. İki takım da birbirine henüz bir üstünlük kurabilmiş değil. İkiliyi vurdu. Muhteşem. അപ്പോൾ ഇന്നത്തെ ഫോർമേഷൻ മെയിനായിട്ട് നമ്മൾ പൊസിഷൻ ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പൊസിഷൻ ഗെയിം നല്ല കിടിലമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഗോൾ സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് വൺ ടച്ച് പാസ് ഇട്ട് കളിക്കാനും നല്ല കിടിലൊരു ഫോർമേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഫോർമേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ അതെല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. കാരണം പൊസിഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ നല്ല പാസ് ചെയ്ത് കളിക്കുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് പൊസിഷൻ ഗെയിം. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ക്വിക്ക് കൗണ്ടറിനോ അല്ലെങ്കിൽ ലോങ് ബോൾ കൗണ്ടറിനോ ഒന്നും സെറ്റ് ആകത്തില്ല. ഓൺലി പൊസിഷൻ ഗെയിമിന് മാത്രമായിട്ടുള്ള ഒരു കിടിലം ഫോർമേഷൻ തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ 4-2-2-2. ഞാൻ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കോഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഗോളി ഞാൻ പറഞ്ഞിട്ടൊരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറിനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഫൻസോ ഏത് ഗോൾ കീപ്പറിനാണ് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറിനെ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റും ലെഫ്റ്റും, റൈറ്റ് ബാക്ക് ഞാൻ കഫൂനെയാണ്. ഒരു അറ്റാക്കിങ്ങിനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിടുക. ലെഫ്റ്റ് ബാക്ക് ഒരു ഡിഫെൻസീവും ആ ഒരു കോംബോ തന്നെ വേണം. ഒരു കോർട്ടായിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ഡിഫൻസാണ്. ഡിഫൻസ് ചെയ്യാൻ ഒരു ബിൽഡപ്പ് ഒരു ഡെസ്ട്രോയറെ തന്നെയാണ്. അത് ബിൽഡപ്പ് ബെക്കംബറും ഡെസ്ട്രോയർ കനവാരനെ തന്നെയാണ് ഇരുന്നത്, വേറെ സംശയമൊന്നുമില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ നിങ്ങൾ മെയിനായിട്ട് ആങ്കർ മാനേജ് തന്നെ ചൂസ് ചെയ്യുക, വേറെ ഓപ്ഷനൊന്നുമില്ല. ഒരു ആങ്കർ മാൻ ഇല്ലെങ്കിൽ മേടിക്കുകയെന്ന്. അപ്പോൾ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ആങ്കർ മാൻ എടുത്തുള്ളൂ, ആങ്കർ മാനെ തന്നെ എടുക്കാം. കാരണം ആങ്കർ മാൻ ആകുമ്പോൾ നമുക്ക് ബാക്ക് നല്ല സപ്പോർട്ട് കിട്ടും, അതുപോലെ ഫ്രണ്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ ആങ്കർ മാൻ തന്നെ എടുക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അതൊരു ഫോക്സ് ടു ബോക്സ് തന്നെ ഉപയോഗിക്കുക. ഇവിടെ ക്യാൻറ്റീനെ തന്നെയാണ് എടുക്കുന്നത്. അതാകുമ്പോൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നല്ല ഒരു ഓടിക്കയറാൻ നല്ല സ്പീഡുള്ള പ്ലെയർ തന്നെയാണ്. അത് നല്ലൊരു സപ്പോർട്ടും അറ്റാക്കിങ് കിട്ടും. അടുത്ത ഒരു AMF ആണ്. അത് ഞാൻ ഹോൾ പ്ലെയറിനെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ നക്കാറ്റിനെ തന്നെ ഇടുന്നത്. നല്ല പെർഫോമൻസ് ആണ് ഈ കാർഡ് എനിക്ക് ഇരുന്നത്. നിങ്ങളൊരു ഹോൾ പ്ലെയറിനെ നന്നായിട്ട് കളിക്കുന്നൊരു ഡബിൾ ടച്ച് ഒക്കെ ഉള്ള ഒരു പ്ലെയറിനെ തന്നെ യൂസ് ചെയ്യുക. അടുത്ത AMF എന്ന് പറയുന്നത് ഈ നെയ്മറാണ് ഈ കളി ഫുള്ള് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ തന്നെ നിങ്ങൾ എവിടെ യൂസ് ചെയ്യുക. നല്ല പക്ക പെർഫോമൻസ് തരുന്ന ഒരു കാർഡാണ് ആ നെയ്മർ. അപ്പോൾ ആ നെയ്മറിന് നല്ല സ്കിൽഫുള്ളൊക്കെയാണ്, അതുകൊണ്ട് അത് തന്നെ ഇടുക. അടുത്ത CF ആണ്. CF ഞാൻ ഡീപ്പിംഗ് ഫോർവേഡിനെ തന്നെയാണ് ഇടുക. അതാകുമ്പോൾ ഇറങ്ങി താഴോട്ട് വരുന്ന ബോൾ കൊണ്ടുപോയി അത്യാവശ്യം നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്യും. ആ മെസ്സിയെ തന്നെയാണ്. അടുത്ത CF എന്ന് പറഞ്ഞാൽ എംബാപ്പനെ തന്നെയാണ്. ഗോൾ പൗച്ചർ, നിങ്ങൾ ഒരു ഗോൾ പൗച്ചർ, നല്ലൊരു ഗോൾ പൗച്ചറിനെ തന്നെ ഇടാൻ ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ. അത് ആങ്കറിങ് മെസ്സേജിനെ തന്നെയാണ് ഇടുന്നത്, ഒരു സംശയമില്ല. അടുത്ത ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്കിങ് നമ്മൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറിനെ തന്നെ ചൂസ് ചെയ്യണം, നന്നായിട്ട് ഓടിക്കയറും ഇപ്പോൾ ഫ്രണ്ടിലോട്ട്. അടുത്ത ഡീപ്പ് ലൈൻ നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആങ്കർമാനെ തന്നെ കൊടുക്കണം. അപ്പോൾ ഡിഫൻസ് നല്ല സപ്പോർട്ടായിരിക്കും. അത് കൗണ്ടർ ടാർഗറ്റ്, അതുപോലെ തന്നെ എംബാപ്പനെ CF കളിക്കുന്ന ആരെങ്കിലും ഒരാളെ നമ്മൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടിലെ ഫോർമേഷൻ. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നെയ്മറാണ്, ഈ ക്രിയേറ്റീവ് പ്ലേ മേക്കർ. ഈ ഒരു കാർഡുള്ളതുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷൻ പക്കയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോർമേഷൻ കളിക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മളൊരു സ്കില്ല് എല്ലാ പ്ലെയറിനും വേണം. വൺ ടച്ച് പാസ്, അതുപോലെ തന്നെ ഒരു ഡബിൾ ടച്ച്. ഫ്രണ്ട് കളിക്കുന്ന 2 പ്ലേയേഴ്സിനും ഡബിൾ ടച്ച് ഉണ്ടെങ്കിൽ നല്ല കിട്ടിലുമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുതന്നെ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ തൊട്ടും CF വരെയുള്ള എല്ലാ പ്ലേയേഴ്സും വൺ ടച്ച് എന്നുള്ളൊരു ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കളിച്ച് കയറാൻ പറ്റുന്നൊരു, നന്നായിട്ട് നമുക്ക് കളിച്ച് കയറാൻ പറ്റും. അതുപോലെ തന്നെ ആ നെയ്മറിന് ഞാൻ അല്ലാതെ തന്നെ ഒരു ഡബിൾ ടച്ച് സ്കില്ല് കൊടുത്തതാണ്. അപ്പോൾ നല്ല ഡബിൾ ടച്ചും അതുപോലെ തന്നെ വൺ ടച്ച് പാസ് നന്നായിട്ട് എനിക്ക് ആ ഒരു കാർഡാണ് ഗോൾ അടിക്കുന്ന സ്കോറായിട്ട്. അപ്പോൾ നിങ്ങൾ നല്ല ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാണുമല്ലോ. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറിന് ഡബിൾ ടച്ചോ വൺ ടച്ച് പാസ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കളിച്ചു പോകുന്നൊരു കിടിലം ഫോർമേഷൻ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും കളിച്ചു നോക്കിയിട്ട് കമൻറ്റ് മെസ്സേജ് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.